വീട്ടിലേക്ക് വന്നതിന്റെ പിറ്റേന്നത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അത്. ഞങ്ങൾ രണ്ടാളും ഞാനും തേജൊക്കെ ഇതേ ഉറങ്ങി ഇരിക്കണ ഇരിപ്പാണ് കേട്ടോ. ആ സമയത്ത് ഇതേ നമ്മുടെ അർജുൻ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം തേജപ്പനെ കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോട്ടെ. അപ്പൊ പൂരിയും ചിക്കൻ കറി ആയിരുന്നു. അപ്പൊ അവൻ പൂരി മാത്രം എടുത്തുള്ളൂ കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ വേഗം കഴിപ്പിക്കണത്. ഇനി അർജുന്റെ കൂടെ കളിക്കാൻ ഒരൊറ്റ പോക്ക് പോകും. അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞില്ല. പിന്നെ ഞാനും അതേട്ടാ വേഗം കുളിച്ചിട്ട് ആരുടെ ഡ്രസ്സിനായിട്ട് എടുത്തിട്ടത്. അവളാണെങ്കിൽ ഇത് ടൈറ്റ് ആയ കാരണം തോന്നുന്നു ലൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ലൂസ് പോലെ തോന്നി. ബാക്കിൽ കെട്ടാൻ ടൈ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കെട്ടിയ ഷേപ്പിൽ ഇടാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാനും പൂരിയും ചിക്കൻ കറിയും കൂടിയിട്ട് ഇതേ രാവിലത്തെ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വേഗത അമ്മയ്ക്ക് അടിച്ചോരി കൊടുക്കാൻ നോക്കട്ടെ, അടിച്ചോരി തുടച്ചു കൊടുക്കാനൊക്കെ. പിന്നെ ഞാനും തേജും കിടന്ന സ്ഥലമൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് മൊത്തത്തിൽ വീടൊന്ന് അടിച്ച് തുടച്ചിട്ടോ എടുത്തുട്ടോ. കാരണം അമ്മ അതേ രാവിലത്തെ അടുക്കളയിലെ പണി ഇപ്പത്തെ തിരുമ്പാൻ പോയൊക്കെ തോന്നുന്നു കേട്ടോ. ഇനി വന്ന അമ്മ അടിച്ചോരായി തുടയ്ക്കാനാണ് നിൽക്കുക. അപ്പൊ പിന്നെ ഞാനത് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിലും അമ്മ പണിക്ക് പോണോണ്ട് തന്നെ ഈ വക പണികളൊക്കെ ഞാനും ആരെയൊക്കെ തന്നെയായിട്ട് ഇവിടെ ഉള്ളപ്പോൾ ചെയ്തിരുന്നത്. പക്ഷെ അമ്മ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ അത് അമ്മയായിട്ടെല്ലാം ചെയ്യാറ്. അപ്പൊ ഞങ്ങളവിടെ ഒരു മുക്കിൽ പോയിരിക്കുക ചെയ്യാറുള്ളൂ. ഇപ്പൊ കുറെ നാളായിട്ട് ആര് വീട്ടിൽ റെസ്റ്റ് ആയിട്ടുള്ള കാരണം തന്നെ അമ്മ പണിക്കൊന്നും പോകണുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അമ്മ അടന്നോട്ടപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നത്. ഞാൻ വേഗത അവിടെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് കൊടുത്തുട്ടാ. പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അർജുൻ തേജും കൂടിയിട്ട് ഇതേ വീണ്ടും നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി ഇവർ പോയി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ ഇതേ ചായയൊക്കെ കുടിച്ചുകൊണ്ട് കുട്ടി ഉഷാറായിട്ട് പോയിട്ടാ. അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ടി വി വെച്ചു. ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഇരുന്ന് ടി വി കണ്ടിട്ട് വർത്താനം പറഞ്ഞിരിക്കട്ടെ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് തേജപ്പം വന്നപ്പോൾ അമ്മ അതേ ഓറഞ്ച് എടുത്ത് തന്നോട്ടോ. അത് അവന് കൊടുത്തതാണ്, അവ അത് എനിക്കും കൊടുന്നു തന്നോട്ടോ. അപ്പൊ അത് കുറച്ചു നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു. ഇനിയിപ്പോ ഞങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഒറ്റയ്ക്കാ വീട്ടിൽ നിന്നൊക്കെയായിട്ട് പറയണത്. പിന്നെ തേജുവിന് വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ കിട്ടിയതൊക്കെ എടുത്തിട്ട് അമ്മേനെ കളിക്കാൻ വിളിച്ചോടും കൂട്ടോ. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞാൽ പൂട്ടോ വീട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഇനി അമ്മ വെറുതെ വീട്ടിലിരിക്കില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാട്ടോ. നാളെ തൊട്ട് അമ്മ എന്തായാലും പണിക്ക് പോകും. അപ്പൊ കുറെ പേര് ചോദിച്ചു അമ്മ എന്ത് പണിക്കാ പോണത്. നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാ പണിക്കും പോണ ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമം അമ്മയ്ക്ക് രാവിലെ കിട്ടില്ല ഇങ്ങനെ പണിക്ക് പോകണോണ്ട്. രാത്രി പറഞ്ഞാൽ കുറച്ച് നേരമാണ് അമ്മയ്ക്ക് അച്ഛനും ഒരു വിഷമം ഉണ്ടാവുക കേട്ടോ എന്നാണ് കേട്ടോ അവര് ഞങ്ങളുടെ അടുത്ത് പറയണത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.